Dear students, welcome to Learner's World. In this video, I'm going to talk about a sonnet, Relativity by Sarah Howe, FA UGP AC English, Advanced English Language Skill for Science, 2nd semester, Calcutta University. Sarah Howe is a Chinese-British poet, editor and researcher in English literature. Her poetry collection, Loop of Jade, published in 2015, won the T.S. Eliot Prize. Sarah Howe ഒരു ചൈനീസ് ബ്രിട്ടീഷ് പോയറ്റാണ്, എഡിറ്ററാണ്, അതുപോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരു റിസർച്ചർ കൂടിയാണ്. അതുപോലെ അവരുടെ ഒരു പോയട്രി കളക്ഷനാണ് ലൂപ്പ് ഓഫ് ജേഡ്, പബ്ലിഷ് ഇൻ 2015. അതിന് T.S. Eliot പ്രൈസ് കിട്ടിയിട്ടുണ്ട്. The summary of relativity. It is a sonnet. What is sonnet? Sonnet is a 14-line poem written in iambic pentameter that explores the complexities of universe, time and human experience. റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു സോണറ്റാണ്. 14 വരികളുള്ള ഒരു പോമാണ് റിലേറ്റിവിറ്റി. അയാമ്പിക് പെൻറ്റാമീറ്ററിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു സോണറ്റാണ്. ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്ന തീം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ സങ്കീർണതകൾ, ടൈം, ഹ്യൂമൻ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ഡെഡിക്കേറ്റഡ് ടു സ്റ്റീഫൻ ഹോക്കിംഗ്, ദ പോം ഡെൽസ് ഇൻ ടു ദ മിസ്റ്ററീസ് ഓഫ് റിലേറ്റിവിറ്റി ആൻഡ് ദ നേച്ചർ ഓഫ് റിയാലിറ്റി. അപ്പോൾ ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പോം നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാൻ കഴിയും റിലേറ്റിവിറ്റിൻ്റെ മിസ്റ്ററീസ്, അതുപോലെ നേച്ചർ ഓഫ് റിയാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ദ പോം ബിഗിൻസ് ബൈ ഡിസ്ക്രൈബിംഗ് ദ എക്സ്പീരിയൻസ് ഓഫ് വേക്കിംഗ് അപ്പ് ഇൻ ദ ഡാർക്ക് with panic and searching for familiar shapes. This mirrors humanity's search for certainty in a vast, mysterious universe. അപ്പോൾ ഈ ഒരു പോം ബിഗിൻ ചെയ്യുന്നത് ഒരു എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. അതായത് ഡാർക്കിൽ വേക്കപ്പ് ചെയ്യുന്നതിനെ ആ ഒരു എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ്. വിത്ത് പാനിക്, വളരെ പാനിക്കായിട്ട്, അതുപോലെ ഫെമിലിയർ ഷേപ്സ് സെർച്ച് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത്? ഹ്യൂമാനിറ്റീസ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള, വളരെ നിഗൂഢമായിട്ടുള്ള, പരന്നു കിടക്കുന്ന വാസ്റ്റായിട്ടുള്ള പ്രപഞ്ചത്തിലെ ആ ഒരു സെർട്ടൻറ്റിനെ സെർച്ച് ചെയ്യാണ്, അതിനെയാണ് കാണിക്കുന്നത്. ദ സെക്കൻഡ് സ്റ്റാൻസ ഇൻട്രൊഡ്യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് ഫോട്ടോൺസ് ആൻഡ് ലൈറ്റ്, കമ്പയറിംഗ് ദം ടു greyhounds racing dog at a track. This image creates a sense of speed and energy, highlighting the dynamic nature of light and the universe. Second stanza, ഈ ഒരു സോണറ്റിലുള്ള സെക്കൻഡ് സ്റ്റാൻസ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോട്ടോൺസിനെയും ലൈറ്റിനെയും ഒക്കെയാണ്. ഇത് ഈ ഫോട്ടോൺസും ലൈറ്റും എന്നെയും കമ്പാരിസൺ നടത്തുന്നുണ്ട് ഗ്രേ ഹൗൺസുമായിട്ട്. ഗ്രേ ഹൗൺസ് എന്ന് പറയുന്നത് റേസിംഗ് ഡോഗാണ്, അതായത് ഈ ട്രാക്കിലൊക്കെ ഓടുന്ന ഡോഗ്സാണ്. ദിസ് ഇമേജ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് സ്പീഡ് ആൻഡ് എനർജി. അപ്പോൾ ഈ ഒരു ഇമേജ് എന്തിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് സ്പീഡ്, എനർജി, ഇതിനൊക്കെയാണ്. അതുപോലെ ലൈറ്റ്, ഈ യൂണിവേഴ്സ്, ലൈറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു ഡൈനാമിക് നേച്ചറിനെ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദ ഫ്രേസ് റിവീൽ ലൈറ്റ്സ് ഡബിൾനെസ് ഇൻ ദെയർ കാസ്റ്റ് ഷാഡോസ് റെഫറൻസസ് ദ വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റി, എ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഇറ്റ് ഷോസ് ഹൗ റിയാലിറ്റി ഈസ് കോംപ്ലെക്സ് ആൻഡ് ഹാർഡ് ടു ഫുള്ളി അണ്ടർസ്റ്റാൻഡ്. അതുപോലെ ഈ ഒരു സോണറ്റിലുള്ള ഒരു ഫ്രേസാണ് റിവീൽ ലൈറ്റ്സ് ഡബിൾനെസ് ഇൻ ദെയർ കാസ്റ്റ് ഷാഡോസ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് റെഫർ ചെയ്യുന്നത്? വേവ് പാർട്ടിക്കിൾ ഡ്യുവലിറ്റിനെയാണ്. ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഒരു ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റാണ്. അതുപോലെ ഇത് റിയാലിറ്റി കോംപ്ലെക്സ് ആണ്, മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നുള്ളതിനൊക്കെയാണ് ഇത് കാണിക്കുന്നത്. ദെൻ ഹൗ കമ്പയർസ് അൺസർട്ടനിറ്റി ടു ദ വേ ദ യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ് ലൈക്ക് ദ ഫേഡിങ് സൗണ്ട് ഓഫ് എ സൈറൻ. അതുപോലെ ഹൗ ഈ ഒരു അൺസർട്ടനിറ്റിനെ കമ്പാരിസൺ നടത്തുന്നുണ്ട്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആണ്, പരന്ന് കിടക്കുകയാണ്. അതുപോലെ ഒരു ഫേഡിങ് സൗണ്ട് ഓഫ് സൈറനുമായിട്ട് കമ്പാരിസൺ നടത്തുന്നുണ്ട്. ഹൗ ഇൻട്രൊഡ്യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് ടൈം ഡയലേഷൻ, എ key aspect of Einstein's theory of relativity, describing how time can slow down, dilating like a perfect afternoon. അതുപോലെ ഹൗ ഇതിൽ ടൈം ഡയലേഷന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റിനെ. ഇത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലൊരു കീ ആസ്പെക്റ്റാണ്. അതിൽ എങ്ങനെയാണ് ടൈം സ്ലോ ഡൗൺ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്, ലൈക്ക് എ പെർഫെക്റ്റ് ആഫ്റ്റർനൂൺ. ദെൻ പോം എക്സ്പ്ലോർസ് ദ ഐഡിയ ഓഫ് ബ്ലാക്ക് ഹോൾസ് ആസ് places where even the basic rules of space and light break down. The poet reflects on the limits of what humans can know and understand. പിന്നീട് ഈ പോം എക്സ്പ്ലോർ ചെയ്യുന്നത് ബ്ലാക്ക് ഹോൾസിന് ആ ഒരു ഐഡിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ്. അതുപോലെ
പോയിറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഹ്യൂമൻസിൻ്റെ ലിമിറ്റേഷൻസ്, അവർക്ക് അറിയുന്നതും അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു ലിമിറ്റേഷൻസിനെ, ആ ഒരു ലിമിറ്റിനെ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇഫ് വി ക്യാൻ തിങ്ക് ദിസ് ഫാർ മൈറ്റ് നോട്ട് അവർ ഐസ് അഡ്ജസ്റ്റ് ടു ദ ഡാർക്ക്, സജസ്റ്റ് ദാറ്റ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് യൂണിവേഴ്സ് ഈസ് ഓൾവേസ് ലിമിറ്റഡ് ബൈ അവർ പെർസെപ്ഷൻസ് ആൻഡ് അവർ എബിലിറ്റി ടു തിങ്ക് ആൻഡ് കോംപ്രഹെൻഡ്. അതായത് മനുഷ്യരുടെ ആ ഒരു പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. അതുപോലെ നമ്മളുടെ കാഴ്ചപ്പാട്, അതുപോലെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് ആണ്, പരന്ന് കിടക്കുകയാണ് പ്രപഞ്ചം എന്നാണ് പറയുന്നത്. ദ പോം എക്സ്പ്ലോർസ് ദ കോംപ്ലക്സിറ്റീസ് ആൻഡ് മിസ്റ്ററീസ് ഓഫ് ദ യൂണിവേഴ്സ്, ടൈം ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഈ ഒരു പോം എക്സ്പ്ലോർ ചെയ്യുന്നത് യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചത്തിൻ്റെ കോംപ്ലക്സിറ്റീസ്, സങ്കീർണതകൾ, മിസ്റ്ററീസ്, നിഗൂഢതകൾ, അതുപോലെ ടൈം, ഹ്യൂമൻ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ഓക്കെ.